വഇമ്മാ അൻ യദ്ഖിറഹാ ലഹു ഫിൽ ആഖിറ, അല്ലെങ്കിൽ അള്ളാഹു അവന് പരലോകത്തേക്ക് അത് സൂക്ഷിച്ചു വെക്കും. അഥവാ ഈ ദുആ ചെയ്ത ദുആഇനെ അള്ളാഹു തആല പരലോകത്തേക്ക് മാറ്റിവെക്കും. എന്നിട്ട് അവിടെ അവന് അതിന് കൂലി കൊടുക്കും. ദുനിയാവിലൊരു കാര്യം ആവശ്യപ്പെട്ടു റബ്ബിനോട്, ആ ആവശ്യം അല്ലാഹു നിർവഹിച്ചു കൊടുത്തില്ല എങ്കിൽ എൻ്റെ ദുആ വെറുതെ ആയെന്ന് പറയാൻ പറ്റൂല. ഇത്രേ കാലം ദുആയിരുന്നു, പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല എന്ന് പറയാൻ പറ്റൂല. അത് പരലോകത്തേക്ക് അള്ളാഹു തആല പക്ഷേ സൂക്ഷിച്ചു വെക്കുകയും ദുആ ചെയ്തതിന് അള്ളാഹു അവിടെ പ്രതിഫലം നൽകുകയും ചെയ്യുന്നർത്ഥം. ഇപ്പം ചില കേസുകളിൽ ഇപ്പോൾ ഒരാൾ രോഗിയായി എല്ലാവരും കൂടി പ്രാർത്ഥിക്കും, മൊത്തത്തിൽ ഭയങ്കര പ്രചാരം കിട്ടിയ ചില മാരകമായ രോഗങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാ വാട്സപ്പിലും ചർച്ചകൾ വരും, എല്ലാവരും പ്രാർത്ഥിക്കാൻ പറയും, ഒരുപാട് ആൾ ദുആ ചെയ്യും. ചിലപ്പോൾ അയാൾ മരിക്കും ചെയ്യും. അപ്പം എല്ലാവരും ദുആ, പക്ഷേ കാര്യമുണ്ടായില്ല, അത് പറയാൻ പറ്റില്ല. ദുആ ചെയ്തുകൊണ്ട് ആൾ മരിക്കാക്കണമെന്നില്ലല്ലോ. ദുആ ചെയ്താൽ രോഗം ശിഫയായേ പറ്റുള്ളൂ എന്നില്ല. അത് റബ്ബിൻ്റെ തീരുമാനം എന്തോ അത് നടക്കും. ഈ ദുആ വെറുതെയായോ? ഇല്ല. അതെ, അങ്ങനെ പറയാൻ പാടില്ല. അതേപോലെ പത്രങ്ങളൊക്കെ എഴുതും, പ്രാർത്ഥന ഫലിച്ചില്ല, വിധിക്ക് കീഴടങ്ങി, അതൊന്നും പറയാൻ പാടില്ല. അതെ അതെ നമ്മൾ എപ്പോഴും എന്ത് വിഷയത്തിലായാലും ഏത് കാര്യത്തിലാണെങ്കിലും ഈ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഖൈർ നമുക്കറിയില്ല. അപ്പം നമ്മൾ പ്രത്യക്ഷത്തിൽ ഖൈറായി കണ്ടത് കൊണ്ടാണ് ആ കാര്യം സാധിപ്പിച്ചതിനെ പ്രാർത്ഥിക്കുന്നത്. ചിലപ്പോൾ ഖൈറായിരിക്കില്ല. ഇപ്പം ഇബ്രാഹിം നബി കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അല്ല കുട്ടിനെ കൊടുത്ത ഏത് കാലത്താണ്? അങ്ങേയറ്റം വയസ്സായി, 90 വയസ്സാകുമ്പോൾ. അതിപ്പോൾ ഒരു 40 വയസ്സ് കൊടുത്തൊക്കെ ആണെങ്കിൽ ഒരു 10-50 കൊല്ലം ഒരു വാപ്പി മഴ ജീവിക്കാലോ. അങ്ങനെ ചിന്തിച്ചാലോ? എന്താ അപ്പം അന്ന് കൊടുത്ത അള്ളാഹ്ക്ക് എൻ്റെ ഇത് നേരത്തെ കൊടുത്തുള്ളേനോ? അള്ളാഹുവിന് ചില തത്വങ്ങളിലുണ്ടാവാം, അത് നമുക്കറിയാന്നുള്ളൂ. സക്കറിയ നബിക്ക് ആ പ്രായത്തിലാണ് കൊടുത്തത്. അയ്യൂബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 14 കൊല്ലം രോഗിയായി കിടന്ന ഷിഫയാക്കിയത്. എൻ്റെ അപ്പം ആ ഷിഫ നേരത്തെ കൊടുത്തു വെച്ചാൽ കൊടുക്കാൻ അല്ലാതെ കഴിയും. എന്തുകൊണ്ട് കൊടുത്തില്ല? അള്ളാഹു അഅലം. അത് റബ്ബ് അതിന് ഉദ്ദേശിച്ച തത്വങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന വിഫലമായി അല്ലെങ്കിൽ അത് നഷ്ടമായി എന്നൊന്നും പറയാവതല്ല. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ അള്ളാഹു തആല ആ ദുആ അവനെ പരലോകത്തേക്ക് മാറ്റിവെക്കും. അപ്പോൾ ഈ ദുആ ചെയ്തതിന് അവിടെ കൂലിട്ടും. ദുനിയാവിൽ നിർവഹിച്ച ഓരോ ദുആക്കും അവിടെ കൂലിയുണ്ട്. ദുആ ഇബാദത്താണ്. ദുആ അള്ളാഹുവിന്റെ ഇബാദത്താണ്. നമ്മൾ ആവശ്യം നിറവേറുക എന്നതല്ല ദുആന്റെ മുഖ്യമായത്. പ്രാർത്ഥിക്കുമ്പോൾ അതിന് മുഖ്യമായത് നമ്മളൊരു കാര്യലാഭം നേടുക എന്നുള്ളതല്ല, അതതിൻ്റെ ബൈ പ്രൊഡക്റ്റ് മാത്രമാണ്. യഥാർത്ഥത്തിൽ റഹ്മാനായ റബ്ബിനുള്ള ഇബാദത്താണ് ദുആ. ഏറ്റവും അഫ്ളായ ഇബാദത്ത് ദുആയാണ്. ഏറ്റവും വലിയ ഇബാദത്ത് ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന തന്നെയാകുന്ന ഒരു ഇബാദത്താണ്. അപ്പോൾ ഏറ്റവും മുഖ്യമായ ഇബാദത്ത് ദുആ ആണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഒരു നിസ്സാരമായ കാര്യം നേടലല്ല യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്നുള്ളത്. നമുക്കിപ്പോൾ അസുഖം വന്നു, അത് മാറി, കടം ഉണ്ടായി, അത് വീടി, അല്ലെങ്കിൽ ഒരു വീടി കുറച്ച് കച്ചവടം കൂടി, അങ്ങനത്തെ നിസ്സാരമായ മിനിമം അജണ്ടയ്ക്ക് വേണ്ടി മാത്രം ചെറുതാക്കേണ്ടുന്ന ഒന്നല്ല ദുആ. എല്ലാത്തിനും ഒരു ദുആ ഉണ്ട്. ഏത് അമലിൻ്റെ ഉള്ളിലും ഒരു പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥന ഉണ്ടാകുമ്പോഴേ അതൊക്കെ അമലായി പരിഗണിക്കപ്പെടുകയുമുള്ളൂ. അത് സ്വീകരിക്കാനുള്ളൊരു മനസ്സും ആ ഒരു തേട്ടവും നാവോണ്ട് തേടിയതെങ്കിലും ഏത് ഇബാദത്ത് ചെയ്യുമ്പോഴും ഒരു കൂലി കിട്ടണമെന്ന ആഗ്രഹം, അതിനു വേണ്ടിയുള്ള ഒരു താല്പര്യം അതൊക്കെ അവൻ്റെ ഉള്ളിലുണ്ട്. അതാണ് എല്ലാ അമലിലും ദുആ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും മുഖ്യമായ ഇബാദത്ത് ദുആ ആണ്. അതിനെ കേവലം നിസ്സാരമായ ദുന്യവിയായ ചില ആവശ്യങ്ങൾക്ക്, മിനിമം അജണ്ടകൾക്ക് വേണ്ടി നാം അതിനെ ചെറുതാക്കേണ്ടതല്ല. അത് നമുക്ക് അതിൻ്റെ ഒരു ഉപോൽപ്പന്നമായി കിട്ടുന്ന ചില ലാഭങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് സക്കറിയ നബി ഇസ്ലാം പറഞ്ഞ, റബ്ബേ എന്നോട് ദുആ ചെയ്തിട്ട് ഞാൻ പരാജയപ്പെട്ടിട്ടില്ല. വലം അകും ബിദുആഇക റബ്ബി ശഖിയ്യ. ആ പ്രായം വരെ കുട്ടിണ്ടായിട്ടില്ല എന്നിട്ട് പറയുകയാണ്, പഠിച്ചോനെ ഞാൻ ദുആന്നിട്ട് എനിക്ക് മടുത്തിട്ടില്ല. കാരണം എന്താ, ഇത് അള്ളാഹുവിന്റെ ഇബാദത്താണ്, അതിനൊക്കെ കൂടിയിട്ടാണ്. ആ നിലയ്ക്ക് ചിന്തിച്ചാൽ നമുക്ക് ദുആ ചെയ്യാൻ വലിയ ആവേശമുണ്ടാകും.